നമസ്കാരം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് APL, BPL എല്ലാവർക്കും തന്നെ പഞ്ചായത്തുകൾ വഴി ലഭ്യമാകുന്ന ചില ധനസഹായങ്ങൾ. അപ്പോൾ അത് സംബന്ധിച്ച പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓരോ പഞ്ചായത്തുകളിലും ഈ ഓരോ പദ്ധതികളും വ്യത്യാസപ്പെട്ടിരിക്കും എന്ന കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കണം. ചില പഞ്ചായത്തുകളിൽ ഈ പദ്ധതികൾ ഉണ്ടാവണമെന്നില്ല. അതിനാൽ തന്നെ ഓരോ പഞ്ചായത്തിലെയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ കൃത്യമായിട്ട് അറിയാനായിട്ട് നിങ്ങളുടെ പഞ്ചായത്തുമായിട്ടോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുമായിട്ടോ ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അറിവുകൾ ശേഖരിക്കുക. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്തുകൾ വഴി ഇപ്പോൾ വിവിധ തരത്തിലുള്ള പദ്ധതികളിലേക്കായിട്ട് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും വിവിധ തരത്തിലുള്ള അപേക്ഷാ ഫോമുകളും ഇപ്പോൾ പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ ഒന്നാണ് കാർഷിക ആനുകൂല്യത്തിനുള്ള അപേക്ഷാ ഫോമുകൾ. ഇനി അതോടൊപ്പം തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമും ലഭ്യമാകുന്നതാണ്. ഇത് രണ്ടിലും കൂടി ഏകദേശം 11ഓളം വിഭാഗങ്ങളിലേക്കായിട്ടാണ് പുതിയ അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ പഞ്ചായത്തിലും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. 11 വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് അർഹതാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് കൃത്യമായിട്ടുള്ള പദ്ധതികൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും വിശദമാക്കി ഒരു വീഡിയോ ചെയ്യുകയാണ്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വാങ്ങുന്നതിന് ധനസഹായം ലഭിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ വനിതകൾക്ക് ആട് വളർത്തലിന് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയുണ്ട്. ഇത്തരത്തിൽ അപേക്ഷിക്കുന്നവർ അവരുടെ കുടുംബ വാർഷിക വരുമാനമെന്ന് പറയുന്നത് 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവരുമായിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ കോഴി വളർത്തലിനും ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. സ്ത്രീകൾ, കുടുംബനാഥയായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ വിധവകൾ, അതുപോലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിൽരഹിതരായിട്ടുള്ള ആളുകൾ, ഭിന്നശേഷിക്കാർ, മുൻപ് ഈ ഒരു ആനുകൂല്യം ലഭിക്കാത്തവർ എന്നിവർക്കൊക്കെ തന്നെ ഈ ആനുകൂല്യത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭിക്കുന്ന പദ്ധതിയുണ്ട്. അതിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ലഭ്യമാകുന്നത്. ഇനി അതോടൊപ്പം തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് സ്കോളർഷിപ്പുകൾ പഞ്ചായത്തുകൾ മുഖേന ലഭിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഭവന പുനരുദ്ധാരണത്തിനായിട്ട് ധനസഹായം ലഭിക്കുന്ന പദ്ധതികളുണ്ട്. ഇവരുടെ വരുമാന പരിധി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയിൽ കവിയാനായിട്ട് പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ BPL പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുമായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് നിലവിൽ 100 ചതുരശ്ര മീറ്ററിൽ കൂടുവാനും പാടുള്ളതല്ല. ഇനി അടുത്തതായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വീൽ ചെയർ പഞ്ചായത്തുകളുടെ കീഴിൽ ലഭിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ വ്യക്തിഗത കിണറുകളുടെയൊക്കെ ശുചീകരണത്തിനായിട്ടൊക്കെ ധനസഹായം ലഭിക്കുന്ന പദ്ധതികളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിണർ റീചാർജിങ് എന്ന് പറയുന്നത്. കിണർ റീചാർജിങ്ങിനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതാണ്. നമ്മുടെ കയ്യിൽ നിന്നും ആദ്യം തുക മുടക്കി നമ്മളെല്ലാവരും തന്നെ ഈ ഒരു സംവിധാനങ്ങളെല്ലാം റെഡിയാക്കിയ ശേഷം നമുക്ക് ചിലവായിട്ടുള്ള തുക അത് കൃത്യമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വീട്ടുവളപ്പിലെ കുളത്തിൽ മത്സ്യകൃഷിക്കായിട്ട് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയുണ്ട്. ഇനി സോക്ക് പിറ്റ് നിർമ്മാണ യൂണിറ്റിന് വേണ്ടിയിട്ട് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഫണ്ട് വകയിരുത്തി ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നു. നമ്മുടെ വീടുകളിലൊക്കെ കൃത്യമായിട്ട് മാലിന്യങ്ങൾ അത് പ്രകൃതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ തന്നെ അത് കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോക്ക് പിറ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള സബ്സിഡി ഇനത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഏകദേശം 8000 രൂപ വരെയൊക്കെയാണ് നമുക്ക് ഓരോ ഗുണഭോക്താക്കൾക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ ലഭിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്കായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഇതിൽ പ്രധാനമായിട്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു മുൻഗണന ലഭിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. 8000 രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്കീം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് കാർഷിക ആനുകൂല്യങ്ങളാണ്. അതായത് നിലവിൽ നെൽകൃഷിക്ക് ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റുകളൊക്കെ വാങ്ങുന്നതിനും ഒക്കെ ആയിട്ടുള്ള ആനുകൂല്യവും പഞ്ചായത്തുകൾ വഴി ലഭിക്കുന്നതാണ്. ഇനി സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായിട്ട് വനിതകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇടവിള കൃഷിക്ക് പ്രോത്സാഹനമായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയുണ്ട്. അതോടൊപ്പം തന്നെ വനിതകൾക്കായിട്ട് ഫലവൃക്ഷ തൈകളുടെ വിതരണവും നടക്കുന്നുണ്ട്. തെങ്ങ് കൃഷിക്ക് ജൈവവളം, അതുപോലെ തന്നെ വനിതകൾക്കും JNG ഗ്രൂപ്പുകൾക്കും പുഷ്പകൃഷി, അതോടൊപ്പം തന്നെ കുരുമുളക് കൃഷിക്കായിട്ട് ധനസഹായം തുടങ്ങിയ കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന ധനസഹായങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ധനസഹായങ്ങൾ, ആനുകൂല്യങ്ങളാണ് പഞ്ചായത്തുകൾ വഴി ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതോടൊപ്പം നിങ്ങളുടെ സ്ഥലത്തിൻ്റെ വിസ്തീർണം തെളിയിക്കുന്ന നികുതി രസീത്, അതിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്ക്, അതുപോലെ മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പഞ്ചായത്തിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് അവയും കൂടി നിങ്ങൾ എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് വേണം അപേക്ഷ സമർപ്പിക്കുവാനായിട്ട്.
അപ്പോൾ ഈ പദ്ധതികളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്ഷേപം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ അത് അറിയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധനകൾക്ക് ശേഷമായിരിക്കും അന്തിമ ലിസ്റ്റ് പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുക. ഓരോ പഞ്ചായത്തിലും ചില നേരിയ വ്യത്യാസങ്ങൾ വന്നേക്കാം എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അറിയുന്നതിനായിട്ട് നിങ്ങളുടെ വാർഡ് മെമ്പറെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വാർഡ് മെമ്പർ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുകയും നിങ്ങളെല്ലാവരും തന്നെ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.